ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സർ, ഈ കാർഡ് ബ്ലോക്ക് ആണല്ലോ. ബ്ലോക്കോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതെ, ഈ കാർഡ് ബാങ്കിൽ ബ്ലോക്ക് ചെയ്തിരിക്കാം. ഇതൊക്കെ ഒരു ഈശ്വര നിശ്ചയ ചേച്ചി. ചേച്ചിക്ക് പൂജ കഴിപ്പിക്കാൻ പോവാനും എന്നെ കൂടി വിളിക്കാനും ഒക്കെ തോന്നിയത് അവിടെ വെച്ചാ ഞാൻ ആളെ കണ്ടത്. ആരെ? അറിയാൻ ആകാംക്ഷയുണ്ടല്ലേ? ആ സസ്പെൻസ് കുറച്ച് സമയം കൂടി ചേച്ചിയുടെ മനസ്സിൽ നിൽക്കട്ടെ. അതൊക്കെ ഞാൻ നേരിട്ട് കാണുമ്പോ വിശദമായി പറയാം. അടുത്ത ആഴ്ച ഈ സമയത്ത് ചേച്ചിയുടെ കയ്യിൽ മണിമാല ഉണ്ടാവും. ഇനിയുള്ള രാത്രികള് അങ്ങനെ സ്വപ്നം കണ്ട് ചേച്ചി ഉറങ്ങിക്കും. ഗുഡ് നൈറ്റ്. താൻ ഇന്നലെ പോയിട്ട് ഇന്നാണോ വരുന്നത്? ഹോസ്പിറ്റൽ കാര്യത്തിന് പോയതല്ലേ. തന്റെ രക്തം മൊത്തം അവര് ഊറ്റിയെടുത്തോ? തന്റെ രക്തം കുത്തിയെടുക്കണ്ടേ? ഒരുപാട് സൂചി ഒടിഞ്ഞ് കാണും. അല്ല, ദേ താനും നിന്നേ. തനിക്കെന്താ ഒരു എനർജി ഇല്ലല്ലോ? സാധാരണ ഇങ്ങോട്ട് വന്ന് ചൊറിയുന്നതാണല്ലോ. ഇന്ന് എന്ത് പറ്റി? രക്തത്തിന്റെ കൂടെ മൂടും പോയോ? ഒന്നുമില്ലടോ, ഞാൻ ആ ആശുപത്രി കിടക്കുന്ന ചേട്ടന്റെ കാര്യം ഒന്ന് ആലോചിക്കുമായിരുന്നു. എനിക്ക് പരിചയമുള്ള ആളാ. എന്തെങ്കിലും ജോലി ഉണ്ടോന്ന് ചോദിച്ച് മുൻപിൽ വന്നിട്ടുണ്ട്. ഇവിടെയോ? പാവം, എവിടെയുള്ളതാണെന്നോ ആരൊക്കെ ഉണ്ടെന്നൊന്നും അറിയില്ല. പുള്ളിക്ക് എന്ത് പറ്റിയതാ? ആക്സിഡന്റാ. വണ്ടി ഇടിച്ചപ്പോ ഫോണൊക്കെ കംപ്ലൈന്റ് ആയതുകൊണ്ട് ആരെയും വിളിച്ചറിയിക്കാൻ പറ്റിയില്ല. അതാ ഞാൻ രാത്രി മൊത്തം അവിടെ തങ്ങിയത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ പറഞ്ഞിട്ടാ ഞാൻ പോകുന്നത്. സംഭവം നമ്മൾ തമ്മിൽ ഉടക്കാണെങ്കിലും ഇപ്പം താൻ ചെയ്തത് വലിയൊരു കാര്യം തന്നെയാ കേട്ടോ. നേരത്തെ ഞാൻ കളിയാക്കിയതിന് സോറി. എനിക്ക് അറിയില്ലായിരുന്നു, അതാ. സാരില്ലടോ. അദ്ദേഹം ആരാണെങ്കിലും താൻ ചെയ്ത നല്ല പ്രവൃത്തിക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഹലോ, മഹി സാറാണോ? അതെ സർ, മിഷൻ ഹോസ്പിറ്റലിൽ നിന്നാ വിളിക്കുന്നേ. പറഞ്ഞോ. പേഷ്യന്റിന് ഒരു ചെറിയ സർജറി ഉണ്ട്. ക്യാഷ് പേ ചെയ്താലേ സർജറി തുടങ്ങാൻ പറ്റൂ. ആണോ? എങ്കിൽ ഞാനിപ്പോ കാശായിട്ട് വരാം. ഒരു 15 മിനിറ്റ്. എനിക്കൊന്ന് ഫ്രഷ് ആവേണ്ട സമയം. ഓക്കെ സാർ. താനെങ്ങോട്ടാ? ഹോസ്പിറ്റലിൽ കിടക്കുന്ന ചേട്ടന് സർജറി വേണമെന്ന്. ഞാൻ പോയി ക്യാഷ് അടിച്ചിട്ട് വരാം. മനസ്സുകൊണ്ട് ഈ ഡ്രൈവർ പയ്യൻ നല്ലവനാ. എന്റെ മുള്ളിക്കുളങ്ങര ദേവി, അതാരായിരുന്നാലും ആപത്തൊന്നും വരുത്തല്ലേ.
എക്സ്ക്യൂസ് മീ, ഉം. ഈ ദാസൻ എന്ന ആളുടെ ബൈ സ്റ്റാൻഡറാ. സർജറിക്ക് പണം അടിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ. 28,500. ആ, ദാ. സർ, ഈ കാർഡ് ബ്ലോക്ക് ആണല്ലോ. ബ്ലോക്കോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അതെ, ഈ കാർഡ് ബാങ്കിൽ ബ്ലോക്ക് ചെയ്തിരിക്കുക. ദാ, ഇതിൽ നിന്ന് എടുത്താൽ മതി. സർ, ഇതും ബ്ലോക്കാണ്. അമ്മേ, അമ്മ എന്റെ കാർഡ് ബ്ലോക്ക് ചെയ്തല്ലേ? ചെയ്തു. അതമ്മേ, എനിക്കൊരു അത്യാവശ്യത്തിന് കുറച്ച് കാശ് വേണമായിരുന്നു. എന്താവശ്യത്തിന്? അത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു സർജറി വേണമെന്ന് പറഞ്ഞായിരുന്നു. അതിനടക്കാനായിട്ട്. നിർത്തട. നിനക്ക് വേണ്ടപ്പെട്ട ആരാടാ അവിടെ? നിന്റെ ഈ ഒരു മാസത്തെ ചെലവ് എത്രയാണെന്ന് നിനക്കറിയോ? അതെ, അത് നീ ഒരു മാസം ഉണ്ടാക്കുന്നതിന്റെ ഇരട്ടിയാ. ആ പണമൊക്കെ പോയിരിക്കുന്നത് ആശുപത്രിയിലേക്കും അനാഥാലയത്തിലേക്കുവാ. ഞാനും അർജുനും പണം ഉണ്ടാക്കുന്നത് നിനക്കിങ്ങനെ ദൂർത്തടിക്കാനല്ല. നീ പണം ചെലവാക്കേണ്ടത് ഈ വീട്ടിലേക്കും ഇവിടെയുള്ള ആൾക്കാർക്കും വേണ്ടിയാ, അല്ലാതെ നാട്ടുകാർക്ക് വേണ്ടിയല്ല.